ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തൃതീയ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതലാണ്. മൈത്രേയ ഉവാച തൗ ആശ്വാസ്യ ജഗശ്രേഷ്ഠ കുമാരൈർസഹ നാരദഃ ഹംസോ ഹംസേന യാനേന ത്രിധാമ പരമം യയോ. മൈത്രേയ മഹർഷി പറയുകയാണ്, അങ്ങനെ കർദമ പ്രജാപതിയെയും ദേവഹൂതിയെയും അനുഗ്രഹിച്ചതിനു ശേഷം ജഗത്പിതാവായ ബ്രഹ്മദേവൻ സനൽകുമാരന്മാരോടും ബ്രഹ്മർഷിയായ നാരദരോടുമൊപ്പം തൻ്റെ ഹംസവാഹനത്തിൽ കയറി തൻ്റെ ത്രിധാമപരമായ സ്വസ്ഥാനത്തേക്ക്, അതായത് തൻ്റെ വാസസ്ഥലമായ സത്യലോകത്തിലേക്ക് യാത്രയായി. ഗദേശദ്രുതക്ഷത്ത കർദമസ്തേന ചോദിതഃ യഥോദിതം സ്വദുഹിതൃ പ്രാതാവിശ്വസൃജാം തതഃ. ബ്രഹ്മദേവൻ പോയ ശേഷം പിന്നീട് ബ്രഹ്മദേവൻ്റെ ആജ്ഞയനുസരിച്ച് കർദമൻ തൻ്റെ പുത്രിമാരെ ശ്രേഷ്ഠന്മാരായ ഋഷിവര്യന്മാർക്ക് വിവാഹം കഴിച്ച് നൽകി. മരീചയെ കലാം പ്രാദാത് അനസൂയാം അധാത്രയെ ശ്രദ്ധാം അങ്കിരസേ അയച്ഛത് പുലസ്ത്യായ ഹവിർഭുവം. കലയെ മരീചി മഹർഷിക്കും, അനസൂയയെ അത്രി മഹർഷിക്കും, ശ്രദ്ധയെ അങ്കിരസിനും, ഹവിർഭുവിനെ പുലസ്ത്യനും വിവാഹം ചെയ്ത് കൊടുത്തു. പുലഹായ ഗതിം യുക്ത ക്രതവേ ച ക്രിയാം സതീം ഖ്യാതിം ച ഭൃഗവേ അയച്ചത് വസിഷ്ഠായാഭ്യരുന്ധതീം. ഗതിയെ പുലഹനും, ക്രിയയെ ക്രതുവിനും, ഖ്യാതിയെ ഭൃഗുവിനും, അരുന്ധതിയെ വസിഷ്ഠനും വിവാഹം കഴിച്ച് കൊടുത്തു. അഥർവേണ അധാശാന്തേ യയാ യജ്ഞോ വിദന്യതേ വിപ്രർഷപാൻ കൃതോദ്വാഹാൻ സാധാരാൻ സമലാളയത്. യജ്ഞസാധകയായ ശാന്തിയെ അഥർവന് കർദമമുനി വിവാഹം ചെയ്ത് കൊടുത്തു. വിവാഹാനന്തരം ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ യഥാവിധി ആദരിച്ച് യാത്രയാക്കി. തതസ്ഥ ഹൃഷയക്ഷത്ത കൃതാധാരാ നിമന്ത്രിതം പ്രാതിഷ്ഠൻ നന്ദിമാപന്നാഹ സ്വം ആശ്രമമണ്ഡലം. ആ ബ്രാഹ്മണര് കർദമമുനിയോട് യാത്ര പറഞ്ഞ് അവരവരുടെ പത്നിമാരോടൊപ്പം സന്തോഷപൂർവ്വം അവരവരുടെ ആശ്രമങ്ങളിലേക്ക് യാത്രയായി. സചാവതീർണം ത്രിയുഗം ആജ്ഞായാ വിബുധർഷഭം വിവേക്തവ സംഗമ്യ പ്രണമ്യ സമഭാഷത. അനന്തരം ദേവാദിദേവനും 3 യുഗങ്ങളിൽ അവതരിക്കുന്നവനുമായ മഹാവിഷ്ണുവാണ് തൻ്റെ പുത്രനായി അവതരിക്കുവാൻ പോകുന്നതെന്നറിഞ്ഞ കർദമമുനി ശാന്തമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ആ പരമപുരുഷനെ ധ്യാനിക്കുവാൻ തുടങ്ങി. അഹോ പാപച്യമാനാനാം നിരയേ സ്വൈരമംഗളൈഃ കാലേന ഭൂയസാ നൂനം പ്രസീദന്തീഹ ദേവതാ. സ്വയം ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി പാപം സമ്പാദിക്കുന്നവർ സംസാരമാകുന്ന നരകത്തിൽ കിടന്ന് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ദുഃഖിച്ചും കഷ്ടപ്പെടുന്നു. നിരന്തരമായ ഭഗവത് പ്രാർത്ഥനകളുടെ ഫലമായി വളരെ കാലത്തിന് ശേഷം ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നു. ഈ 27-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.